നാഷണൽ ഹൈവേ നീതി പാലിക്കുക. നാഷണൽ ഹൈവേ നീതി പാലിക്കുക. നീതി പാലിക്കുക. എല്ലാവർക്കും നല്ല നമസ്കാരം. വികസനം ജനങ്ങൾക്ക് ദുരിതമാകുമ്പോൾ ജനകീയമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധത്തിന് ഇരിക്കുന്ന അവസ്ഥകൾ കടന്നുവരും. അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 8:30 മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ, ദേശീയപാതയിൽ മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത നടത്തിയത്. 8:30 ഇത്തരമൊരു സമരമാർഗത്തിലേക്ക് പ്രസിഡന്റ് ഇറങ്ങിയത്. പ്രസിഡന്റിന് പിന്തുണയുമായിട്ട് മറ്റ് ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും എത്തിയതോടെ രംഗം കൂടുതൽ ഉദ്യോഗജനകമായ നിമിഷങ്ങളിലേക്ക് കടന്നുപോയി. DYSP K സുമേഷ്, SHO അമൃതരംഗൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, തുടക്കം മുതലേ ഈ അടിപ്പാത നിർമ്മാണം ജനങ്ങൾക്ക് ദുരിതമാകരുത് എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ മേലൂർ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ NHA അധികൃതർ നൽകിയ ഉറപ്പുകളെല്ലാം തന്നെ ലംഘിക്കപ്പെടുന്ന, അവർ തന്നെ അത് മഷി ഉണങ്ങുന്നതിന് മുൻപ് തന്നെ തീരുമാനങ്ങൾ ലംഘിക്കപ്പെടുന്ന അല്ലെങ്കിൽ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഇടപെടലാണ് NHA അധികൃതരുടെ ഭാഗത്തുനിന്ന് വന്നത്. 2 സൈഡിലും സർവീസ് റോഡുകൾ പൂർത്തിയായതിനു ശേഷം പണി ആരംഭിക്കുക എന്ന് പറയുമ്പോഴും അത് ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങൾ ഉറപ്പു നൽകിയിട്ടും 1 ദിവസമോ 2 ദിവസമോ കാലാവധിക്കുള്ളിൽ തന്നെ ഗ്രാമപഞ്ചായത്ത് അധികൃതരോ നാട്ടുകാരോ ഇല്ലാത്ത രാത്രി സമയങ്ങളിൽ വന്ന് ഒരു റോഡ് പൊളിക്കുന്ന അവസ്ഥ കടന്നു വന്നപ്പോഴാണ് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരമൊരു നീക്കം നടത്തിയപ്പോൾ മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിതയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ വീണ്ടും തടഞ്ഞു. അന്ന് കളക്ടറടുത്ത് യോഗം നടക്കുന്ന സമയത്ത് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അപ്പോൾ നൽകിയൊരു ഉറപ്പുണ്ട്, ഈ മധ്യഭാഗത്ത് ഒരു വശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം മറുഭാഗത്ത് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുകയുള്ളൂ എന്ന്. ഇന്നലെ രാത്രിയോടുകൂടി അതിനും മാറ്റം വന്നു. അപ്പോഴാണ് മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത പ്രതിഷേധവുമായി JCBക്ക് മുന്നിലിരുന്നത്. ഈ പ്രതിഷേധം ഏകദേശം 12 മണിയോളം എത്തിക്കഴിഞ്ഞപ്പോൾ പോലീസ് സംഘം പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ പ്രതിഷേധക്കാരോട് പറഞ്ഞു. എന്നാൽ നിർഭയമായി ജനങ്ങളോടൊപ്പമാണ് ഞാൻ, അതുകൊണ്ട് ഈ വിഷയത്തിൽ ഏതറ്റം വരെ പോകാനും അറസ്റ്റോ മറ്റു കാര്യങ്ങളൊന്നും ഭയമില്ലെന്ന് നിർഭയമായി തന്നെ മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത പറഞ്ഞു. തുടർന്ന് DYSP K സുമേഷ്, കൊരട്ടി SHO അമൃതരംഗൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് പരിസരത്ത് നീക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അറസ്റ്റ് വരിച്ചവരിൽ മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള സതി ബാബു, വിക്ടോറിയ ഡേവിസ്, PR ബിപിൻ രാജ്, അതുപോലെ പാർട്ടിയുടെ CPMന്റെ ലോക്കൽ സെക്രട്ടറി PP ബാബു, ബ്രാഞ്ച് സെക്രട്ടറി ദീപ ഗോപകുമാർ എന്നിവരാണ് ജനങ്ങൾക്ക് വേണ്ടി ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി അറസ്റ്റ് വരിച്ചത്. തുടർന്ന് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടുന്ന് ജാമ്യത്തിൽ വിടുകയുമാണ് ഉണ്ടായത്. ഞങ്ങൾ നിങ്ങളെ അവിടുന്ന് സ്നേഹപൂർവ്വം അറസ്റ്റ് ചെയ്ത് മാറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞങ്ങളോട് സഹകരിക്കുക. പ്രവർത്തനങ്ങള് ഞങ്ങളോട് പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ, ചർച്ചയിൽ പറഞ്ഞ പോലെ അല്ല നടത്തുന്നത്. ഒരു ജനകീയമായ പ്രശ്നമാണ്. അതിനെ ജനകീയമായും നിയമപരമായും നേരിടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ പോലീസിനോ നാഷണൽ ഹൈവേ ഇന്നലെ അവിടെ പണിതപ്പോ ഞങ്ങള് വേറെ നിലയിൽ തടസ്സപ്പെടുത്തിയില്ലല്ലോ. ഇത് ഗതാഗത പ്രശ്നം കൂടിയുണ്ട്, അത് പോലീസ് കാണണം. ഇത് ഗുരുതരമായ രീതിയിലേക്കുള്ള അപകടങ്ങൾ ഉണ്ടാക്കാൻ വഴിവെക്കുന്ന തരത്തിലാണ് NHA കാര്യങ്ങൾ നടത്തുന്നത്. അതിനും കൂടി എതിരാണ് ഞങ്ങള്. ഇപ്പൊ ഇങ്ങനെയാണ് ഈ കോഴിക്കോട് പോലെ ഇവിടെ പണിത് വെച്ചാൽ നാളെ ഒരാൾക്കും ഇതിലെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അതിനെതിരാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഞങ്ങൾക്ക് പോലീസിനോട് വേറെ പ്രത്യേകിച്ച് അമർഷം ഉണ്ടായിട്ടല്ലോ. നാഷണൽ ഹൈവേ നീതി പാലിക്കുക. നാഷണൽ ഹൈവേ നീതി പാലിക്കുക.
മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത അടക്കം വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ, അതുപോലെ തന്നെ CPM ലോക്കൽ സെക്രട്ടറി PP ബാബു അടക്കമുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടു പോവുകയാണ്.